അപ്പോൾ നമ്മളുള്ളത് പറക്കാട്ട് നാച്ചുറൽ റിസോർട്ടിലാണ്. റിസോർട്ടിൽ നമ്മൾ രണ്ടാമത്തെ ദിവസമാണ്. നമ്മളെ ഫോർച്യൂണർ അവിടെ നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫോർച്യൂണറുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസിന് പോവുകയാണ്. അപ്പോൾ പറക്കാട്ട് റിസോർട്ടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ ദിവസത്തെ എക്സ്പീരിയൻസ് വെച്ച് പറയുന്ന സമയത്ത് സൂപ്പറാണ് സംഭവം. നല്ല സ്റ്റാഫാണ്, അതുപോലെ തന്നെ റൂംസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്, ഫുഡും സൂപ്പറാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു പ്രത്യേക കാര്യം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു 360 ഡിഗ്രി തേയിലത്തോട്ടം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ നടുവിലുള്ള ആ ഒരു ഫീൽ അത് അടിപൊളിയാണ്. പ്രത്യേകിച്ച് രാവിലെ ഒരു 6 മണിക്കൊക്കെ എണീറ്റ് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മാത്രമുള്ളൊരു സിറ്റുവേഷൻ. കാരണം ചുറ്റിലും മഞ്ഞു മൂടി നിൽക്കുന്ന ആ ഒരു വ്യൂ അത് പ്രത്യേകം പറയേണ്ട ഒരു കാര്യം തന്നെ കേട്ടോ. സൂപ്പർ, ഒരു രക്ഷയില്ല. അപ്പോൾ ആ ഒരു വ്യൂവും ഒക്കെ കണ്ടു. പിന്നെ അതുപോലെ തന്നെ റൂമിൽ സ്റ്റേ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇവിടുത്തെ ഹൗസ് കീപ്പിംഗ് കാര്യങ്ങളെല്ലാം പെർഫെക്റ്റാണ്, ഓക്കെയാണ്. അപ്പോൾ ഇനി നമ്മൾ പോകാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസിനാണ്. ഓഫ് റോഡ് എക്സ്പീരിയൻസിൽ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന വാഹനം എന്ന് പറയുന്നത് ഒരു പഴയ ജീപ്പാണ്, KL07 രജിസ്ട്രേഷൻ. പഴക്കം എത്രയുണ്ട് എന്നുള്ളത് ശരിക്കും ഉണ്ടാവും. ഇവിടെയൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ബേസിൽ ചേട്ടനാണ് ഇത് ഡ്രൈവ് ചെയ്യുന്നത്. ബേസിൽ ചേട്ടൻ നമസ്കാരം. ബേസിൽ ചേട്ടൻ ശരിക്കും എത്ര വർഷമായി? 3 വർഷം ഓഫ് റോഡ്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? വേറെ വണ്ടി ഓടിച്ച് നോക്കിയിട്ടുണ്ടോ ജീപ്പ് അല്ലാതെ? പിന്നെ താറുണ്ട് നമുക്ക്. ഈ ഒരു ജീപ്പും അതുപോലെ തന്നെ താറും തമ്മിലുള്ള വ്യത്യാസം പറയുമ്പോൾ ഇതിന്റെ ഒരു സെറ്റപ്പ് ഇട്ടില്ല നമുക്ക് താറ് ഓടിച്ചാലും ഇതൊരു എന്താ പറഞ്ഞത്, ഇതൊരു വേറെ ലെവലാണ്. ആ കയറി പോണതോ ആ ഒരു ഇതൊക്കെ അല്ലേ, അതിന്റെ പിടുത്തം കാര്യങ്ങളൊക്കെ, പിടുത്ത ഗ്രിപ്പ് ഒരു രക്ഷയില്ലല്ലേ. ബാക്കി നമുക്ക് പോകുമ്പോൾ പറയാം, ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ നമ്മൾ പോവാണ് പറക്കാട്ടിനാണ്. ഇതാണ് നമ്മുടെ റിസോർട്ടിന്റെ ഫ്രണ്ട് ഭാഗട്ടോ. നമ്മൾ ഉണ്ണിയേട്ടൻ അവിടെ. ഉണ്ണിയേട്ടാ, ഇതാണ് നമ്മൾ ഉണ്ണിയേട്ടൻ. ഉണ്ണിയേട്ടനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. സൂപ്പറാട്ടോ ഉണ്ണിയേട്ടാ, നമ്മൾ പൊളിയാണ്. ഒരു ആനയൊക്കെ അവിടെ ഉണ്ട്. റിസോർട്ടിനെ കുറിച്ച് നമുക്ക് പിന്നെ പറയാം. അപ്പം നമ്മൾ പോവാണ്. ബേസിൽ ചേട്ടൻ ഡ്രൈവിംഗ് സീറ്റിൽ കയറി ഇരുന്നിട്ടുണ്ട്. 4 വീൽ ഡ്രൈവാണ്. അപ്പോൾ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. 3 ഗിയറുകളാണ്. 4 വീൽ ഹൈ, 4 വീൽ ലോ, അതുപോലെ തന്നെ 2 വീൽ ഹൈ, പിന്നെ നോർമൽ നമ്മുടെ സാധാ ഗിയർ സിസ്റ്റം. ഇപ്പോൾ നമ്മൾ 4 വീൽ ഹൈയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എൻജിൻ്റെ എഫേർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. എൻജിൻ നന്നായിട്ട് എഫേർട്ട് എടുക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നല്ലോണം നോയ്സും ഉണ്ട്. ഒരു Q3 അടക്കുന്നുണ്ട്. ടയറിൻ്റെ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോ നോക്കിയാൽ. ശരിക്കും പറഞ്ഞാൽ ഇനി നമ്മൾ പോകുന്ന ഒരു 50 ഡിഗ്രി താഴ്ചയിലേക്കല്ലേ. ഒരു 50 ഡിഗ്രിയിൽ നമ്മൾ വണ്ടീനെ താഴ്ത്താൻ പോവുകയാണ്. 4 വീൽ ഹൈയിൽ തന്നെയാണ് പോകുന്നത്. ആ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ കേട്ടോ. സ്ലോപ്പ് നോക്കിയാൽ എൻജിൻ ശരിക്കും നല്ല എഫേർട്ട് എടുക്കുന്നുണ്ടല്ലേ, നന്നായിട്ട് എഫേർട്ട് എടുക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ഫീല് ശരിക്കും നമുക്ക് വണ്ടിക്കകത്തേക്ക് കിട്ടുന്നുണ്ട്. നന്നായിട്ട് റെവ് ചെയ്യുന്നുണ്ട്. ബ്രേക്കേ യൂസ് ചെയ്യുന്നില്ല. ഇപ്പം വണ്ടിൻ്റെ ഗ്രിപ്പ് മാത്രമേ ഉള്ളൂ. ക്ലച്ച് സ്പീഡിനനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കുന്നത് മാത്രം. ആക്സലറേഷൻ ഒരു മീഡിയത്തിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് ആള്. ബ്രേക്കുമ്പോൾ കാലേ ഇല്ല, പക്ഷെ എന്നിരുന്നു കഴിഞ്ഞാലും വണ്ടി വളരെ പതുക്കെ പോകുന്നു. അപ്പോൾ 4 വീൽ ഹൈ എന്ന് പറയുന്ന ഗിയർ നമ്മൾ യൂസ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രിപ്പോട് കൂടിയിട്ട് താഴേക്ക് ഇറക്കാനും അതുപോലെ തന്നെ പാറമ്പെന്നൊക്കെ താഴത്തേക്ക് ഇറക്കാനും ഒക്കെ ഉള്ള സെറ്റപ്പിലാണ്. ഇവിടെ ശരിക്ക് പറക്കാട്ടിൻ്റെ കുറച്ച് അഡ്വഞ്ചർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് നെറ്റിലൂടെ ഒക്കെ സഞ്ചരിക്കാം. നെറ്റ് അതായത് പിന്നെ കയറൊക്കെ കെട്ടിയിട്ടുള്ള സെറ്റപ്പ്, അതുപോലെ തന്നെ കേവ്, ഇവിടെ ഒരു കേവ് ഹൗസ് ഒക്കെ എന്ന് പറഞ്ഞിട്ട് സംഭവം, അതുപോലെ വാട്ടർഫോൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിസോർട്ടിൽ വരുന്ന താമസിക്കുന്ന ആൾക്കാർക്ക് ഒരു എൻജോയ്മെൻറ്റിന് ചെറിയൊരു ഓഫ് റോഡും അതുപോലെ തന്നെ ഇതുപോലത്തെ ഒരു ചെറിയ പരിപാടിയും ഒക്കെ ചെയ്തിട്ട് തിരിച്ച് വീണ്ടും ഇതേ വണ്ടിയിൽ തന്നെ കയറി പോവാം. പക്ഷെ നമ്മൾ കുറച്ചും കൂടി എക്സ്ട്രീമായിട്ട് താഴേക്ക് പോവുകയാണ്. കാരണം നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇതൊന്ന് മനസ്സിലാക്കണം എന്നൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും മുന്നോട്ട് പോകണം. ഇനി നമ്മൾ കുറച്ചുകൂടി നല്ല താഴ്ചയിലേക്ക് പോകണം, കുറച്ചും കൂടി എക്സ്ട്രീമായിട്ട് താഴേക്ക് നേരെ നമ്മൾ റിവേഴ്സ് വന്ന് ഈ സ്ഥലങ്ങൾ മുഴുവനും ശരിക്കും പറക്കാട്ടിൻ്റെ തന്നെയാണ്. ഏകദേശം 28 ഏക്കർ സ്ഥലമുണ്ട് അല്ലേ? 28 ഏക്കർ സ്ഥലത്തോളം വിശാലമായിട്ട് കിടക്കുന്ന ഒരു റിസോർട്ടാണ്. ഇതിനകത്ത് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അപ്പോൾ ഒരു ദിവസം കൊണ്ട് അപ്പോൾ ശരിക്കും 2 ദിവസത്തിനൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിക്കും ഇതെല്ലാം എൻജോയ് ചെയ്തിട്ട് പോവാം. റോഡിൻ്റെ അവസ്ഥയാണത്. അടിപൊളി.
വെള്ളം പോകുന്ന ചാല് പോലത്തെ ഒരു സ്ഥലം അല്ലേ? ഇനി നല്ലൊരു താഴ്ചയിലേക്ക് പോവാണ്. ആ ഉണ്ടല്ലേ, അടിപൊളി. ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന 4 വീൽ ഹൈയിൽ തന്നെയാണ്. അടിപൊളി. ആഹാ, ഒരു തോട്, ഒരു തോട് കയറിയതാ, ചെറിയൊരു തോടാണ്. ഇനി മഡ്. ഇപ്പോൾ നമ്മൾ ഇതിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അടിപൊളിയാണ്. ഓക്കെ, ഇപ്പോൾ ഞങ്ങൾ 4 വീൽ ഹൈ തന്നെയാണ് പോകുന്നത്, കാരണം ഗ്രിപ്പ് കുറച്ച് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അടിപൊളി. പൊളി പൊളി. ഇനി നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് തിരിക്കുകയാണ്. ഇനി നമ്മൾ വീണ്ടും മഡിലേക്ക് കൊണ്ടുപോവാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഡിലോ ഇതിലോ കയറുന്ന സമയത്ത് വീൽ സ്പിൻ ഒന്നും തീരെ ഇല്ലല്ലേ, കറക്റ്റ് ഗ്രിപ്പിലാണ് കയറി പോകുന്നത്. ഒരു പ്രശ്നമില്ല കേട്ടോ. ആ പവർ കറക്റ്റായിട്ട് ഡെലിവറി, ആ ഫീല് വരുന്നുണ്ട് അല്ലേ. ആക്സലേഷൻ കൊടുക്കുന്നതനുസരിച്ച് കറക്റ്റായിട്ട് കയറി പോകുന്നൊരു സിസ്റ്റം. ഇവിടെ ഒരു ചെറിയ തോടുണ്ട്. ടയറിനെ വൃത്തിയാക്കി. ഇനി നമ്മൾ ഇതുവരെ ഇറങ്ങിയ കയറ്റം മുകളിലേക്ക് തിരിച്ച് കയറുകയാണ്. പക്ഷെ ഇതും ശരിക്കും നമ്മൾ 4 വീൽ ഹൈയിൽ തന്നെ കയറും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്രിപ്പ് പെർഫെക്റ്റ് ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ടാണ്. അടിപൊളി. ഒറ്റ സ്ട്രെച്ചിൽ കയറി വന്നു. അപ്പോൾ നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ എത്രയാണോ കയറിയത് അത്രയും ഭാഗം തിരിച്ച് ഇങ്ങോട്ട് തന്നെ കയറി വന്നു. അപ്പം പവർ ഡെലിവറിയുടെ കാര്യത്തിൽ നമ്മൾ വാഹനത്തിനകത്ത് ഇരിക്കുന്ന സമയത്ത് എവിടെയെങ്കിലും മിസ്സാവുന്ന ഫീലോ, അല്ലെങ്കിൽ അത് അൺമാനഡ് ആയിട്ട് റവ് ആവുന്ന ഫീലോ, അല്ലെങ്കിൽ വീൽ സ്പിൻ അടിക്കുന്ന ഫീലോ, അല്ലെങ്കിൽ ഗ്രിപ്പ് നഷ്ടപ്പെടുന്ന ഫീലോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. അത് തന്നെയാണ് ഈ ഒരു ജീപ്പിനെ ആളുകൾ ഇഷ്ടപ്പെടാണ്ടായ കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടി നല്ല പഴക്കമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നിന്നൊന്നും ഇങ്ങനെ വളരെ പെട്ടെന്ന് കണ്ട് നോക്കി വരികയാണെന്നുണ്ടെങ്കിൽ ഈ ജീപ്പിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മുടെ പുതിയ താറിനകത്ത് കാണുന്ന പല എലമെൻറ്റുകളും നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും. അതിലൊന്ന് പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഈ ഒരു സ്ലാട്ട് ഗ്രില്ല്. ഇത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു CJ ജീപ്പിൽ നിന്ന് വന്നതിൻ്റെ ഒരു പിന്തുടർച്ചയാണ് എന്നൊക്കെ നമ്മൾ താർ റിവ്യൂ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ സാക്ഷ്യപ്പെടുത്തുന്ന തരത്തിൽ 6 സ്ലാട്ടുകളായിട്ടുള്ള ഒരു ഗ്രില്ല് ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയും. ആ റൗണ്ട് ഷേപ്പിലുള്ള ഹെഡ് ലാമ്പ് യൂണിറ്റ്, ഇൻഡിക്കേറ്റർ യൂണിറ്റ് കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ തന്നെ ഈ ഫെൻഡറും ശരിക്കും പറഞ്ഞാൽ പുതിയ താറിനകത്ത് നിലനിർത്തിയിട്ടുണ്ടെന്ന് പറയാം. ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്തുണ്ടോ ഈ ഒരു ഗാർഡും കാര്യങ്ങളൊക്കെ ഭയങ്കര സ്ട്രോങ് സാധനം. ഞാൻ കയറി നിന്ന് കഴിഞ്ഞാൽ പോലും ഒരു പ്രശ്നമില്ലാത്ത സെറ്റപ്പാണ്. അതുപോലെ തന്നെ ടയർ ഓൾ ടെറൈൻ ടയറാണ്. ഈ ഒരു ടയറും ഒരു പരിധിവരെ നമ്മളിപ്പോൾ ഈ ഒരു കയറ്റും കയറി വരുന്ന സമയത്തും ഇറങ്ങുന്ന സമയത്തും ഒക്കെ ഒരു ഗ്രിപ്പിന് സഹായിക്കും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു 50 ഡിഗ്രി അതുപോലെ തന്നെ 40 ഡിഗ്രി ഒക്കെയുള്ള ചെറിയ കയറ്റങ്ങളാണ് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ സൈഡൊക്കെ കണ്ടോ, ഇതൊരു സോഫ്റ്റ് ഓഫ് മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്തേക്ക് വന്നാണ് കംപ്ലീറ്റ് ഉണ്ടോ. നമുക്ക് ഓപ്പൺ ചെയ്ത് വേണമെങ്കിൽ ഇപ്പോൾ മഴ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടോ ടൈൽ ലാമ്പ് യൂണിറ്റ്. ടൈൽ ലാമ്പ് യൂണിറ്റും നമുക്ക് പുതിയ താറിനകത്ത് കാണാം. അതുപോലെ സൈഡിലേക്ക് ഓപ്പൺ ചെയ്യുന്ന തരത്തിലുള്ള ഡോറ്, ബാക്കിലത്തെ ഡോറ്, ഫുഡ് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ കാണാം. ഇത് എത്രമാത്രം പഴക്കമുണ്ട് എന്നുള്ളത് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. അത്രയും പഴക്കമുള്ള ഒരു വണ്ടിയാണ്. അതുപോലെ തന്നെ പെഡൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. സ്റ്റിയറിംഗ് വീല് മഹീന്ദ്രയുടെ ലോഗോട് കൂടി വന്നിട്ടുണ്ട്. അതാണ് 4 വീൽ ഗിയറിൻ്റെ സിസ്റ്റം. അതിനകത്തുണ്ടാവും 4 വീൽ ലോ, 2 വീൽ ഹൈ, 4 വീൽ ഹൈ, അതുപോലെ തന്നെ ന്യൂട്രൽ. 4 വീൽ ലോ നമ്മൾ ശരിക്കും കയറ്റം കയറുന്ന സമയത്ത്, അതായത് നല്ല കുത്തനെയുള്ള കയറ്റം കയറുന്ന സമയത്ത് ഉപയോഗിക്കാനുള്ളതാണ്. അതുപോലെ തന്നെ ന്യൂട്രൽ, നമുക്ക് ന്യൂട്രലും 2 വീൽ ഹൈ ഒക്കെ വേണമെങ്കിൽ നമുക്ക് സാധാ ഹൈവേയിൽ ഓടിക്കുന്ന സമയത്ത് സാധാരണ ഒരു വാഹനം പോലെ നമുക്ക് എന്ത് ചെയ്യാം, ഓടിക്കാം. പിന്നെ ബോഡി റോൾ ഉണ്ടോ, വാഹനത്തിനകത്തേക്ക് അറിയുന്നുണ്ടോ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഓഫ് റോഡ് വാഹനത്തെ സംബന്ധിച്ചിടത്തോളം അപ്രാപ്യമാണ്. അതായത് ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യങ്ങളാണ്, കാരണം അതെന്തായാലും ഉണ്ടാവും. അതുപോലെ തന്നെ ഫുഡ് ഓപ്പൺ ചെയ്യാനുള്ള ഈ ഒരു സിസ്റ്റം അതൊക്കെ ഇപ്പോഴും നമ്മൾ താറിനകത്ത് അതുപോലെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനാണ് നമുക്ക് ഇത് പറയാനുള്ളത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇപ്പം നമ്മളെത്തിയിട്ടുള്ളത് വീണ്ടും ആ ഒരു കേവിൻ്റെ ഭാഗത്താണ്. കേവിൻ്റെ ഭാഗത്തു നിന്ന് വീണ്ടും നമുക്ക് എന്ത് ചെയ്യണം, മുകളിലേക്ക് കയറി പോകണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മുകളിലേക്ക് കയറി പോകാം. അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ച് കയറാൻ പോവാണ്. അപ്പോൾ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ആ നൊസ്റ്റാൾജിയ ആണോ, വണ്ടി ഇങ്ങനെ ജർക്ക് ചെയ്തിട്ട് സ്റ്റാർട്ട് ആവുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. അത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ വണ്ടികളിൽ മാത്രമേ ഇപ്പോൾ അധികം ഉള്ളൂ. പിന്നെ പുതിയ വന്ന റാംഗ്ലറിലൊക്കെ ഉണ്ട് ഓഫ് റോഡ് ഫെസിലിറ്റീസ് ഉള്ള വണ്ടികൾ. അതൊരു ഫീലാണ് ശരിക്കും പറഞ്ഞാൽ. പഴയ കാലത്ത് വിൻറ്റേജ് വണ്ടികളെ ഒരുപാട് ആൾക്കാർ
ആ ഒരു കാര്യം കൊണ്ട് തന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ച് കയറാൻ പോവാണ്. ഇനി നമ്മൾ കയറാൻ പോകുന്ന ഒരു 50 ഡിഗ്രി കയറ്റമാണ്. അത് നമ്മൾ നേരത്തെ ഇറങ്ങിയ കയറ്റം, അത് അതേപോലെ തന്നെ നമ്മൾ മുകളിലേക്ക് കയറാൻ പോവാണ്. കണ്ടോ ആ കയറ്റം, അത് അവിടെ നിന്ന് അങ്ങനെ മുകളിലേക്ക് നമ്മൾ കയറാൻ പോവാണ്. റെഡി? ഇപ്പോൾ സെക്കൻഡിലേക്ക് വന്നു. അപ്പോൾ ഈ മൊത്തം കയറ്റി 2 ഗിയർ കൊണ്ടാണ് വലിച്ച് കയറ്റി. ഒറ്റ സ്ട്രെച്ചിൽ തന്നെ കയറി പോകുന്നത്. പക്ഷേ ഒരു പകുതി എത്തിയതിനു ശേഷം ഗിയർ എന്ത് ചെയ്തു, സെക്കൻഡിലേക്ക് മാറ്റി. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും തേർഡിലേക്ക്. അത് സ്പീഡ് അനുസരിച്ച്. ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് ശരിക്കും റിസോർട്ടിൻ്റെ താഴ്ഭാഗത്താണ്. പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. റിസപ്ഷൻ ഏറ്റവും ടോപ്പിലാണ്, മുകളിലാണ്, തല കീഴ് തന്നെയാണ് റിസോർട്ടുള്ളത്. നമ്മൾ റിസോർട്ടിൻ്റെ ഫ്രണ്ടിലെത്തി. ഉണ്ണിയേട്ടൻ എന്താ പറഞ്ഞു? ഓക്കെ. അപ്പോൾ ഇതിൽ 3 കാര്യങ്ങളാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഒന്ന്, ഞാൻ പറഞ്ഞ പോലെ തന്നെ നേരത്തെ വണ്ടിയുടെ എൻജിൻ, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. രണ്ടാമത്തെ കാര്യം ബേസിൽ ചേട്ടൻ. ഇത് ശരിക്കും പറഞ്ഞാൽ കാണാതെ പഠിച്ച് നമ്മൾ പരീക്ഷ ചെയ്താന്നൊക്കെ പറഞ്ഞ പോലെ ബേസിൽ ചേട്ടൻ വളരെ സിമ്പിളായിട്ട്, കാരണം ആൾക്കറിയാം എവിടെ ഓടിക്കുന്നുണ്ട്, എവിടെ എങ്ങനെ കറക്റ്റായിട്ട് വന്ന് നിൽക്കും തുടങ്ങിയ കാര്യങ്ങൾ അല്ലേ. കാരണം കുറേ ആയിട്ട് ഇത് ഓടിച്ചുകൊണ്ടിരിക്കുക. ആ ഒരു എക്സ്പീരിയൻസ് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. മൂന്നാമതൊരു കാര്യം, ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇന്ന് രാവിലെ ഇപ്പം മഴ പെയ്യുന്നില്ല, ഇന്ന് രാവിലെയൊക്കെ നല്ല മഴ പെയ്ത് റോഡൊക്കെ നല്ല വെറ്റാണല്ലേ. പക്ഷെ എവിടെയും ഗ്രിപ്പ് മിസ്സാവുന്നില്ല. ഡ്രൈവ് ചെയ്യുമ്പോൾ അങ്ങനെ ഗ്രിപ്പ് മിസ് ഫീൽ വരുന്നത്. ചലനം കറക്റ്റ്. ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ചും കൂടി കൂടുതൽ ഫീൽ ചെയ്തേക്കാം. അതാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. ഇവിടെ ഇരുന്ന സമയത്ത് എനിക്ക് ഒരു ഗ്രിപ്പ് മിസ്സും ഫീൽ ചെയ്തില്ല. കറക്റ്റായിട്ട് ഒറ്റ സ്ട്രെച്ചിൽ തന്നെ ഇങ്ങനെ കയറി പോകുന്നുണ്ട് അല്ലേ. അതും കൊള്ളാം. അത് ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടിക്ക് മാത്രമേ ചിലപ്പം കിട്ടുന്നുള്ളൂ. താർ ഓടിച്ചിട്ട് എങ്ങനെയുണ്ട്? കിട്ടണില്ല. ഈ റൂട്ടിൽ തന്നെ താർ ഓടിച്ച് നോക്കിയോ? അങ്ങനെ രണ്ടും തമ്മിലുള്ള വ്യത്യാസത്തിൽ എങ്ങനെ പറയും? അതിനേക്കാളും അടിപൊളി ഈ വണ്ടിയാണ്. എന്തുകൊണ്ട് നമുക്ക് സേഫ്റ്റിയും കാര്യങ്ങളും എന്തുകൊണ്ട് പറഞ്ഞാൽ ഒരു പക്ക ഒരു നമുക്ക് ഒരു കൺട്രോൾ ഉണ്ട്. ശരിക്കും പുതിയ താറ് വന്ന സമയത്ത് ഇതിന്റെ ഒരു DNA നിലനിർത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയാം. പക്ഷെ ഇതൊരു ഫുൾ ഓപ്പൺ അല്ലേ, നമുക്ക് എല്ലാം കാര്യങ്ങൾ. പക്ഷെ അതിനകത്ത് ആ ഒരു നഷ്ടപ്പെട്ടു. അതൊരു ശരിക്കും നല്ലൊരു ഫീഡ്ബാക്ക് ആട്ടോ. കാരണം ഓഫ് റോഡ് പോകുന്ന സമയത്ത് വിസിബിലിറ്റി വളരെ ഇമ്പോർട്ടന്റ്. ഇത് ഫുൾ ഓപ്പൺ ബോഡിയാണ്, ഒക്കെ ഓപ്പൺ ആയത് നല്ല കാര്യം. പിന്നെ ഗ്രിപ്പും കാര്യങ്ങളും ഇതാണോ അതാണോ നല്ലത്? ഇതിന്റെ വീല് ചെറുതാണ്, ഒരിക്കലും എന്താ പറയുക സ്കിഡ് ആവില്ല. പിടിച്ച് ഗ്രിപ്പ് കറക്റ്റ് പിടിച്ച് പോയിക്കോളൂ അല്ലേ. ഒരിക്കലും ചെയ്യുമ്പോ എന്താ പറഞ്ഞ ടയർ റൊട്ടേറ്റ് ആവില്ല. മറ്റേ വീൽ സ്പിൻ അടിക്കുന്നത്, ഫ്രീ സ്പിൻ ചെയ്യുന്നത്. ഓക്കെ. വേറെ എന്താ വ്യത്യാസം തോന്നിയിട്ടില്ല താറും തമ്മിൽ ഈ ഒറ്റ റൂട്ടിൽ തന്നെ ഓടിച്ചപ്പോൾ? വേറെ വ്യത്യാസം നമുക്ക് എന്താ സ്പേസ് ഉണ്ട്, പിന്നെ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ കുറവുണ്ട്. ഈ വണ്ടി കുറച്ച് ക്രേസ് ആണ്, മറ്റേ കുറച്ച് സൈലന്റ് ആണ്. ഇത് റവ് സൗണ്ട് കൂടുതലായിരിക്കും, എഞ്ചിൻ എഫേർട്ട്. ആൾക്കാർ എപ്പോഴും എൻജോയ് ചെയ്യണം ഈ വണ്ടി തന്നെ വേണം. അത് വേണം. അത് ഈ ഒരു ഫീലും ഈ ഡ്രൈവും ആ ഒരു ചാട്ടവും കാര്യങ്ങളും ഇല്ലാന്നുണ്ടെങ്കിൽ ഓഫ് റോഡ് എക്സ്പീരിയൻസ് കറക്റ്റ് ആവില്ല. ഓക്കെ. പിന്നെ ഇത് മെയിൻ്റെനൻസ് ഇത് കുറവാല്ലേ മറ്റേനേക്കാളും? അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കൊള്ളാം. അപ്പോൾ പറക്കാട്ടിൽ വരുന്ന ആളുകൾ തീർച്ചയായിട്ടും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കേണ്ട സംഭവം തന്നെയാണ് ഈ ഓഫ് റോഡ് എക്സ്പീരിയൻസ്. ശരിക്കും സാധാരണ കേവ് വരെ പോവാം. ഇനി കുറച്ചും കൂടി താല്പര്യമുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, താഴേക്കും പോവാം. നമ്മളിപ്പോൾ പോയ ആ ഒരു സ്ഥലം വരെ. അപ്പോൾ പറക്കാട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും വെബ്സൈറ്റ് അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് കയറി പരിശോധിച്ച് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു വിശേഷമായിട്ട് കാണാം.